ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇന്ന് OTT റിലീസ് ചെയ്ത ഒരു തമിഴ് സിനിമയാണ്. ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് സിനിമയാണ് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ. സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിയാൽ, ഒരു ബിസിനസ്സുകാരൻ്റെ വീട്ടിൽ അവിടുത്തെ വേലക്കാരൻ മരിച്ചു കിടക്കുകയാണ്. ഒരു കൊലപാതകമായിരിക്കും. അതുകൂടാതെ ആ വീട്ടിലുള്ള ഭാര്യയും ഭർത്താവിനെയും കാണാനുണ്ടാവില്ല. അപ്പോൾ ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നായകൻ രംഗത്തിറങ്ങുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും നമ്മുടെ നായകൻ. അപ്പോൾ നായകൻ രംഗത്തിറങ്ങുന്നതും ആരാണ് കൊലപാതകി, ആരാണ്, പിന്നെ ഈ ഭാര്യ ഭർത്താവിനെ കണ്ടു കിട്ടിയോ, അവരെവിടെ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോകുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ പേര് വരുന്നത് സി സോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഗുണ സുബ്രഹ്മണ്യമാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാട്ടി സുബ്രഹ്മണ്യനാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. സിനിമയുടെ സ്റ്റോറി ഞാൻ പറഞ്ഞല്ലോ, പ്ലോട്ട് പറഞ്ഞു. നല്ലൊരു പ്ലോട്ടായിരുന്നു. അതിൻ്റെ ക്ലൈമാക്സിൽ സത്യം പറയുകയാണെങ്കിൽ നല്ലൊരു മെസ്സേജൊക്കെ എന്താ പറയുക, നമുക്കിടയിലേക്ക് ഒരു മെസ്സേജൊക്കെ തരാൻ അവർക്ക് സാധിച്ചിരുന്നു. പക്ഷേ എന്നാലും അവരുടെ അവതരണം, അതായത് സിനിമയുടെ ആ ഒരു മേക്കിംഗ് എന്നുള്ളത് ഒരു സീരിയൽ ലെവലിലേക്ക് പോയതുപോലെ തോന്നി. ഇൻവെസ്റ്റിഗേഷൻ കൂടാതെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചൊരു ഓവറായതുപോലെ തോന്നി. അതുകൂടാതെ അനാവശ്യ സ്ഥലങ്ങളിലെ പാട്ട് സീനുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ, ശരിക്കും ഒരു സീരിയൽ മേക്കിംഗ് പോലെയാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു പ്ലോട്ടായിരുന്നു. ആ ഒരു ക്ലൈമാക്സിൽ ഒരു അരമണിക്കൂർ നല്ല ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവസാനത്തെ ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ, ആരാണ് കൊലപാതകി, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ പെർഫോമൻസുകളൊക്കെ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നത് പോലെയാണ് സിനിമ തോന്നിയത്. സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് ഏകദേശം 2 മണിക്കൂറും 14 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. അത് തന്നെ വലിയൊരു വലിയൊരു ലെങ്ത്തായി തോന്നി. ഒരു 1.25 മണിക്കൂറുകളും കൊണ്ടൊക്കെ ഈ ഒരു സിനിമയുടെ ആ ഒരു സിനിമ തീർത്തിരുന്നെങ്കിൽ വളരെ കുറച്ചുകൂടി നന്നാവുമായിരുന്നു തോന്നുന്നു. വേണ്ടാതെ കുറേ സീനുകളുണ്ട് എന്നുള്ളതാണ്. ഇവൻ്റെ നായകനായിട്ട് വന്നത് നമ്മുടെ നാട്ടി സുബ്രഹ്മണ്യമാണ്. അത് കൂടാതെ നിശാന്ത് റസ്സോ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അതായത് ഈ കാണാതെ പോകുന്ന ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞില്ലേ, അതിലെ ഭർത്താവ്, അവൻ്റെ കുറച്ച് എന്താ പറയുക, മെൻ്റലി ഡിസോർഡർ ആയിട്ടുള്ള കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. കുറച്ച് ഓവർ ആക്ടിങ് ആയിരുന്നു സത്യം പറയുകയാണെങ്കിൽ. ഇടയ്ക്ക് അന്യം വന്നു പോകുന്നുണ്ട്, അമ്പി വന്നു പോകുന്നുണ്ട്, റെമോ വന്നു പോകുന്നുണ്ട്. ആ രീതിയിലുള്ള പെർഫോമൻസുകളൊക്കെ ആയിരുന്നു വന്നിട്ടുള്ളത്. പക്ഷേ കുറച്ചൊരു ഓവർ ആക്ടിങ് ആയിട്ട് തോന്നി. സിനിമ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ, ജസ്റ്റ് വെറുതെ ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ. 2.25 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. നല്ലൊരു പ്ലോട്ടായിരുന്നു. പക്ഷേ അത് നല്ല രീതിയിൽ അവർ മേക്ക് ചെയ്തില്ല എന്നുള്ളതാണ്, പ്രേക്ഷകരിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ ഇൻവെസ്റ്റിഗേഷൻ പാർട്ടും കാര്യങ്ങളൊക്കെ, ആ പാർട്ടൊന്നും നല്ല രീതിയിൽ അവർ എന്താ പറയുക, നമുക്ക് രസകരമായിട്ട് ഒരു എൻഗേജിങ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു സിനിമ ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു ബിലോ ആവറേജ് മൂവി ആയിട്ടാണ് ഈ സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത്. സി സോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇതിനോടൊപ്പം തന്നെ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇന്ന് ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.